ഫെബ്രുവരി 15 നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ഭ്രമയുഗം ഇറങ്ങുകയാണ്. സാധാരണ പോലെ തന്നെ മമ്മൂക്കയുടെ എല്ലാ പടങ്ങളും ഇറങ്ങുന്ന പോലെ തന്നെ വലിയ ഹൈപ്പൊന്നുമില്ലാതെ നല്ല രീതിയിൽ നാളെ ഇറങ്ങട്ടെ, വിജയിക്കട്ടെ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് സിനിമ വരുന്നത്. വലിയ ഹൈപ്പൊന്നും ഇല്ലെങ്കിലും എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങുകയാണ്. അത് നമ്മുടെ മമ്മൂക്കയാണ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ വളരെ ഒരു വെറൈറ്റി ആയിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും രാഹുൽ സദാശിവനാണ് ഈ സിനിമയുടെ സംവിധായകൻ. പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ പടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 പുള്ളി ചെയ്തത് റെഡ് റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നരേൻ നായകനായിട്ടുള്ള സിനിമയാണ്. അതൊരു വെറൈറ്റി സിനിമയായിരുന്നു. ഞാൻ കഴിഞ്ഞിടക്കാണ് ആ സിനിമ കണ്ടത്. അതൊരു നല്ല സിനിമയായിരുന്നു. ഏലിയൻസ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റാണ്. നല്ല രസമുള്ള സിനിമയാണ്, കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നീട് വന്നത് 2022 2022 വന്നത് ഭൂതകാലം എന്ന് പറയുന്ന ഷൈനികവും നമ്മുടെ രേവതിയൊക്കെ അഭിനയിച്ച സിനിമ. ഒരു ഹൊറർ മൂവിയാണ്. ഇതും കണ്ടിട്ട് ടീസറും അതും ഇതൊക്കെ കണ്ടിട്ട് ഒരു ഹൊറർ ടൈപ്പാണ് സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്ന ഹോംബാല ഫിലിംസിൻ്റെ KGF ഒക്കെ ആ ഒരു ടൈപ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, ഒരു കളർ ഷെയ്ഡ് അത് എന്തായാലും ഈ സിനിമയ്ക്ക് ആവശ്യപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ട്, ഹൈപ്പില്ലെങ്കിലും. അതിലും നന്നാവട്ടെ. ഫാൻ ഷോ ഉണ്ടോയെന്നറിയില്ല. മമ്മൂക്കയുടെ പടത്തിന് അങ്ങനെ അധികം ഫാൻസ് ഷോ ഒന്നും വരാറില്ല. പക്ഷേ പുള്ളി നൈസായിട്ട് പടങ്ങളെല്ലാം വിജയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാഹുൽ സദാശിവൻ ഒരുക്കിയ ഭ്രമയുഗം മമ്മൂക്കയുടെ കരിയറിലെ ഒരു ബെസ്റ്റ് ചിത്രമായിട്ട് മാറട്ടെ. എല്ലാ പ്രതീക്ഷകളോടും കൂടി ഭ്രമയുഗത്തിൻ്റെ ടീമിനും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ, സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ.